PSC മിററിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നോക്കാൻ പോകുന്നത് PSC ബുള്ളറ്റിൽ നിന്നുള്ള പൊതുവിജ്ഞാനത്തിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. ഇതിൻ്റെ നോട്ട്സ് നമ്മുടെ PSC മിറർ എന്ന ടെലഗ്രാം ചാനലിൽ അവൈലബിൾ ആണ്. PSC ബുള്ളറ്റിൻ ടോപ്പിക് വൈസ് MCQസും അതുമായി ബന്ധപ്പെട്ട SCRT ഫാക്ട്സും നമ്മുടെ പ്ലേലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇനി വരുന്ന എക്സാമുകൾക്ക് വളരെ ഉപകാരപ്രദമാകുന്ന ക്ലാസ്സുകളാണ്. കാണുക. അപ്പോൾ ഇന്നത്തെ ക്ലാസ് കാണാം. ഉറുമ്പുകളെക്കുറിച്ചുള്ള പഠനം, ഫെർമിക്കോളജി. ഉറുമ്പുകളെക്കുറിച്ചുള്ള പഠനമാണ് ഫെർമിക്കോളജി. ഉടുമ്പൻചോല ഏത് ജില്ലയിലാണ്? ഇടുക്കി. ഉടുമ്പൻചോല ഇടുക്കി ജില്ലയിലാണ്. ഋഗ്വേദ കാലത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ആരാധനാമൂർത്തി? ഇന്ദ്രൻ. ഋഗ്വേദ കാലത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ആരാധനാമൂർത്തിയാണ് ഇന്ദ്രൻ. എത്രാമത്തെ ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ് ഒറീസയുടെ പേര് ഒഡീഷ എന്നാക്കി മാറ്റിയത്? 96. 96ാമത്തെ ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ് ഒറീസയുടെ പേര് ഒഡീഷ എന്ന് മാറ്റിയത്. എവിടുത്തെ ന്യൂസ് ഏജൻസിയാണ് ബർനാമ? ഇറാൻ. ഇറാനിലെ ന്യൂസ് ഏജൻസിയാണ് ബർനാമ. എത്യോപ്യയുടെ തലസ്ഥാനം? ആഡിസ് അബാബ. എത്യോപ്യയുടെ തലസ്ഥാനമാണ് ആഡിസ് അബാബ. ഏറ്റവും പുരാതനമായ വേദം? ഋഗ്വേദം. ഏറ്റവും പുരാതനമായ വേദമാണ് ഋഗ്വേദം. ഏറ്റവും കൂടുതൽ വനപ്രദേശമുള്ള ഇന്ത്യൻ സംസ്ഥാനം? മധ്യപ്രദേശ്. ഏറ്റവും കൂടുതൽ വനപ്രദേശമുള്ള ഇന്ത്യൻ സംസ്ഥാനമാണ് മധ്യപ്രദേശ്. ഏറ്റവും കൂടുതൽ കാഠിന്യമുള്ള പദാർത്ഥം? വജ്രം. ഏറ്റവും കൂടുതൽ കാഠിന്യമുള്ള പദാർത്ഥമാണ് വജ്രം. ഏത് അവയവത്തെ ബാധിക്കുന്ന രോഗമാണ് ട്രക്കോമ? കണ്ണിനെ. കണ്ണിനെ ബാധിക്കുന്ന രോഗമാണ് ട്രക്കോമ. ഏത് ഗ്രന്ഥിയുടെ പ്രവർത്തന വൈകല്യം മൂലമാണ് പ്രമേഹം ഉണ്ടാകുന്നത്? ആഗ്നേയഗ്രന്ഥി. ആഗ്നേയഗ്രന്ഥിയുടെ പ്രവർത്തന വൈകല്യം മൂലമാണ് പ്രമേഹം ഉണ്ടാകുന്നത്. ഏത് മൂലകം ചേർന്ന ലോഹസങ്കരമാണ് അമാൽഗം? മെർക്കുറി. ഏത് മൂലകം ചേർന്ന ലോഹസങ്കരമാണ് അമാൽഗം? മെർക്കുറി. ഒരു കുരുവിയുടെ പതനം ആരുടെ ആത്മകഥയാണ്? സലിം അലി. ഒരു കുരുവിയുടെ പതനം സലിം അലിയുടെ ആത്മകഥയാണ്. ഒരു കിൻഡൽ എത്ര കിലോഗ്രാമാണ്? 100 കിലോഗ്രാം. ഒരു കിൻഡൽ എന്ന് പറയുന്നത് 100 കിലോഗ്രാം ആണ്. ഒരേ ഉയരത്തിലുള്ള സ്ഥലങ്ങളെ ബന്ധിപ്പിച്ചുകൊണ്ട് ഭൂപടത്തിൽ വരയ്ക്കുന്ന രേഖ? കോണ്ടൂർ രേഖ. ഒരേ ഉയരത്തിലുള്ള സ്ഥലങ്ങളെ ബന്ധിപ്പിച്ചുകൊണ്ട് ഭൂപടത്തിൽ വരയ്ക്കുന്ന രേഖയാണ് കോണ്ടൂർ രേഖ. വാക്കുകളുടെ ഉത്ഭവത്തെയും വികാസത്തെയും കുറിച്ചുള്ള പഠനം? എറ്റിമോളജി. വാക്കുകളുടെ ഉത്ഭവത്തെയും വികാസത്തെയും കുറിച്ചുള്ള പഠനമാണ് എറ്റിമോളജി. ഓസോൺ പാളിയുടെ കട്ടി അളക്കുന്ന യൂണിറ്റ്? ഡോപ്സൺ യൂണിറ്റ്. ഓസോൺ പാളിയുടെ കട്ടി അളക്കുന്ന യൂണിറ്റാണ് ഡോപ്സൺ യൂണിറ്റ്. വാതം ബാധിക്കുന്ന ശരീരഭാഗം? സന്ധികൾ. സന്ധികളെയാണ് വാതം ബാധിക്കുന്നത്. വിനയപത്രിക രചിച്ചത് ആര്? തുളസീദാസ്. വിനയപത്രിക രചിച്ചത് തുളസീദാസ്. വിമാനം കണ്ടുപിടിച്ചത് ആര്? റൈറ്റ് ബ്രദേഴ്സ്. വിമാനം കണ്ടുപിടിച്ചത് റൈറ്റ് ബ്രദേഴ്സ്. വിശ്വഭാരതി സർവകലാശാല സ്ഥാപകൻ? ടാഗോർ. വിശ്വഭാരതി സർവകലാശാലയുടെ സ്ഥാപകനാണ് രവീന്ദ്രനാഥ ടാഗോർ. വിഡ്ഢികളുടെ ദിനം ഏപ്രിൽ 1. കൽപ്പാക്കം ഏത് നിലയിൽ പ്രസിദ്ധം? അണുശക്തി നിലയം. കൽപ്പാക്കം അണുശക്തി നിലയമാണ്. കലിംഗ പ്രൈസ് ഏത് രംഗത്തെ മികവിനെ അംഗീകരിക്കാനാണ് നൽകുന്നത്? ശാസ്ത്രത്തെ ജനപ്രിയമാക്കുന്നതിന്. കലിംഗ പ്രൈസ് നൽകുന്നത് ശാസ്ത്രത്തെ ജനപ്രിയമാക്കുന്നതിനാണ്. ശകവർഷത്തിലെ ആദ്യ മാസം? ചൈത്രം. ശകവർഷത്തിലെ ആദ്യ മാസമാണ് ചൈത്രം. കാനഡയുടെ തലസ്ഥാനം? ഒട്ടാവ. കാനഡയുടെ തലസ്ഥാനമാണ് ഒട്ടാവ. കാലാവസ്ഥയെക്കുറിച്ചുള്ള പഠനം? മെറ്റിയോറോളജി. കാലാവസ്ഥയെക്കുറിച്ചുള്ള പഠനമാണ് മെറ്റീരിയോളജി. കാസിരംഗ നാഷണൽ പാർക്ക് ഏത് സംസ്ഥാനത്താണ്? അസം. കാസിരംഗ നാഷണൽ പാർക്ക് അസമിലാണ്. സ്റ്റാച്യു ഓഫ് ലിബർട്ടി ഏതു രാജ്യത്താണ് സ്ഥാപിച്ചിരിക്കുന്നത്? USA. സ്റ്റാച്യു ഓഫ് ലിബർട്ടി സ്ഥാപിച്ചിരിക്കുന്നത് USA യിലാണ്.
കുച്ചിപ്പുടി ഏത് സംസ്ഥാനത്തെ നൃത്തരൂപമാണ്? ആന്ധ്രാപ്രദേശ്. കുച്ചിപ്പുടി ആന്ധ്രാപ്രദേശിലെ നൃത്തരൂപമാണ്. കുന്തലത രചിച്ചത് അപ്പു നെടുങ്ങാടി. കുന്തലത രചിച്ചത് അപ്പു നെടുങ്ങാടിയാണ്. കുന്ദ്രേമുഖ് അയൺ ഓർ പ്രോജക്റ്റ് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം? കർണാടകം. കുന്ദ്രേമുഖ് അയൺ ഓർ പ്രോജക്റ്റ് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനമാണ് കർണാടകം. ഖരാവസ്ഥയിൽ നിന്നും ദ്രാവകമാകാതെ നേരിട്ട് വാതകമാകുന്ന പ്രക്രിയ? സബ്ലിമേഷൻ. ഖരാവസ്ഥയിൽ നിന്നും ദ്രാവകമാകാതെ നേരിട്ട് വാതകമാകുന്ന പ്രക്രിയയാണ് സബ്ലിമേഷൻ. സമാധാനത്തിന്റെ മനുഷ്യൻ എന്നറിയപ്പെട്ടിരുന്ന ഇന്ത്യൻ പ്രധാനമന്ത്രി? ലാൽ ബഹദൂർ ശാസ്ത്രി. സമാധാനത്തിന്റെ മനുഷ്യൻ എന്നറിയപ്പെട്ടിരുന്ന ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് ലാൽ ബഹദൂർ ശാസ്ത്രി. സമാധാനത്തിന്റെ ചിഹ്നം പ്രാവ്. സമാധാനത്തിന്റെ ചിഹ്നമാണ് പ്രാവ്. സരസദ്രുത കവി കിരീടമണി എന്നറിയപ്പെടുന്നത്? കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ. സരസദ്രുത കവി കിരീടമണി എന്നറിയപ്പെട്ടത് കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ. ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരു? ഗോഖലെ. ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരുവാണ് ഗോപാലകൃഷ്ണ ഗോഖലെ. സാരേ ജഹാം സെ അച്ഛ രചിച്ചത്? മുഹമ്മദ് ഇക്ബാൽ. സാരേ ജഹാം സെ അച്ഛ രചിച്ചത് മുഹമ്മദ് ഇക്ബാലാണ്. സാംബിയയുടെ തലസ്ഥാനം? ലുസാക്ക. സാംബിയയുടെ തലസ്ഥാനമാണ് ലുസാക്ക. സിക്കിമിന്റെ തലസ്ഥാനം? ഗാംഗ്ടോങ് ആണ്. സിക്കിമിന്റെ തലസ്ഥാനം ഗാംഗ്ടോങ്. സിഖ് മതം സ്ഥാപിച്ചത്? ഗുരു നാനാക്കാണ്. സിഖ് മതം സ്ഥാപിച്ചത് ഗുരു നാനാക്ക്. സുവർണക്ഷേത്രം എവിടെയാണ്? അമൃത്സർ. സുവർണക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് അമൃത്സറിലാണ്. ഗുജറാത്തിന്റെ തലസ്ഥാനമായ ആസൂത്രിത നഗരം? ഗാന്ധിനഗർ. ഗുജറാത്തിന്റെ തലസ്ഥാനമായ ആസൂത്രിത നഗരമാണ് ഗാന്ധിനഗർ. സൂര്യനിൽ നിന്ന് ഏറ്റവും അകലെയുള്ള ഗ്രഹം? നെപ്റ്റ്യൂൺ. സൂര്യനിൽ നിന്ന് ഏറ്റവും അകലെയുള്ള ഗ്രഹമാണ് നെപ്റ്റ്യൂൺ. സ്ത്രീകൾക്ക് നിർബന്ധിത സൈനിക സേവനം വ്യവസ്ഥ ചെയ്യുന്ന ഏക രാജ്യം? ഇസ്രായേൽ. സ്ത്രീകൾക്ക് നിർബന്ധിത സൈനിക സേവനം വ്യവസ്ഥ ചെയ്യുന്ന ഏക രാജ്യമാണ് ഇസ്രായേൽ. സ്കർവി എന്ന രോഗം ഏത് വിറ്റാമിന്റെ കുറവ് മൂലം ഉണ്ടാകുന്നതാണ്? വിറ്റാമിൻ സി. സ്കർവി എന്നത് ഏത് വിറ്റാമിന്റെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗമാണ്? വിറ്റാമിൻ സി. സ്റ്റെതസ്കോപ്പ് കണ്ടുപിടിച്ചത്? റെനെ ലെനാക്ക്. സ്റ്റെതസ്കോപ്പ് കണ്ടുപിടിച്ചത് റെനെ ലെനാക്കാണ്. ഹർഷചരിതം രചിച്ചത്? ബാണഭട്ടൻ. ഹർഷചരിതം രചിച്ചത് ബാണഭട്ടൻ. ഘാനയുടെ തലസ്ഥാനം? അക്ര. ഘാനയുടെ തലസ്ഥാനമാണ് അക്ര. ഹിന്ദുസ്ഥാൻ മെഷീൻ ടൂൾസ് സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ്? എറണാകുളം. ഹിന്ദുസ്ഥാൻ മെഷീൻ ടൂൾസ് സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിലാണ്. ഹൃദയത്തിന്റെ ആകൃതിയിലുള്ള തടാകം ഏതാണ്? മേപ്പാടി. ഹൃദയത്തിന്റെ ആകൃതിയിലുള്ള തടാകമാണ് മേപ്പാടി. ഹംഗറിയുടെ തലസ്ഥാനം? ബുഡാപെസ്റ്റ്. ഹംഗറിയുടെ തലസ്ഥാനമാണ് ബുഡാപെസ്റ്റ്. ഹ്യൂഗോ ഡീവ്രിസ് മ്യൂട്ടേഷൻ സിദ്ധാന്തം ആവിഷ്കരിച്ച വർഷം? 1901. ഹ്യൂഗോ ഡീവ്രിസ് മ്യൂട്ടേഷൻ സിദ്ധാന്തം പ്രസിദ്ധീകരിച്ച വർഷമാണ് 1901. ചരിയുന്ന ഗോപുരം എവിടെയാണ്? പിസാ ഗോപുരം. ചരിയുന്ന ഗോപുരം പിസാ ഗോപുരമാണ്. ചാവുകടലിലെ ഉപ്പിന്റെ ശതമാനം? 24. ചാവുകടലിലെ ഉപ്പിന്റെ ശതമാനം 24 ആണ്. ജയ് ജവാൻ ജയ് കിസാൻ എന്ന മുദ്രാവാക്യത്തിന്റെ ഉപജ്ഞാതാവ്? ലാൽ ബഹദൂർ ശാസ്ത്രി. ജയ് ജവാൻ ജയ് കിസാൻ എന്ന മുദ്രാവാക്യത്തിന്റെ ഉപജ്ഞാതാവാണ് ലാൽ ബഹദൂർ ശാസ്ത്രി. പെനാൽറ്റി കോർണർ ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഫീൽഡ് ഹോക്കി. പെനാൽറ്റി കോർണർ ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഫീൽഡ് ഹോക്കി. ക്രെംലിൻ എവിടെയാണ്? മോസ്കോ. ക്രെംലിൻ മോസ്കോയിലാണ്. മെർസ് രോഗം ആദ്യമായി റിപ്പോർട്ട് ചെയ്തത്? സൗദി അറേബ്യ. മെർസ് രോഗം ആദ്യമായി റിപ്പോർട്ട് ചെയ്തത് സൗദി അറേബ്യയിലാണ്. ഐക്യരാഷ്ട്രസഭാ ദിനം? ഒക്ടോബർ 24. ഐക്യരാഷ്ട്രസഭാ ദിനമാണ് ഒക്ടോബർ 24.
ഷെർലക് ഹോംസ് എന്ന കഥാപാത്രത്തെ സൃഷ്ടിച്ചത്? ആർതർ കോണൽ ഡോയൽ. ഷെർലക് ഹോംസ് എന്ന കഥാപാത്രത്തെ സൃഷ്ടിച്ചത് ആർതർ കോണൽ ഡോയൽ ആണ്. സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഗ്രികൾച്ചറൽ എഞ്ചിനീയറിംഗ് എവിടെയാണ്? ഭോപ്പാൽ. സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഗ്രികൾച്ചറൽ എഞ്ചിനീയറിംഗ് ഭോപ്പാലിലാണ്. സെൻട്രൽ ട്യൂബർ ക്രോപ്സ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെ സ്ഥിതി ചെയ്യുന്നു? ശ്രീകാര്യം. സെൻട്രൽ ട്യൂബർ ക്രോപ്സ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ശ്രീകാര്യത്താണ് സ്ഥിതി ചെയ്യുന്നത്. ടാക്സോണമിയുടെ പിതാവ്? കോൾലിനസ്. ടാക്സോണമിയുടെ പിതാവാണ് കോൾലിനസ്. ചെസ്സിൽ ഗ്രാൻഡ് മാസ്റ്റർ പദവി നേടിയ ആദ്യ ഇന്ത്യൻ താരം? വിശ്വനാഥൻ ആനന്ദ്. ചെസ്സിൽ ഗ്രാൻഡ് മാസ്റ്റർ പദവി നേടിയ ആദ്യ ഇന്ത്യൻ താരമാണ് വിശ്വനാഥൻ ആനന്ദ്. ഒരു ഇന്ത്യൻ സംസ്ഥാനത്തിലെ ആദ്യത്തെ വനിതാ ഗവർണറായത്? സരോജിനി നായിഡു. ഒരു ഇന്ത്യൻ സംസ്ഥാനത്തിലെ ആദ്യത്തെ വനിതാ ഗവർണറായത് സരോജിനി നായിഡു ആണ്. ജെറ്റ് വിമാനം പറത്തിയ ആദ്യ ഇന്ത്യൻ വനിതാ കമാൻഡർ? സൗദാമിനി ദേശ്മുഖ്. ജെറ്റ് വിമാനം പറത്തിയ ആദ്യ ഇന്ത്യൻ വനിതാ കമാൻഡർ ആണ് സൗദാമിനി ദേശ്മുഖ്. ഡ്രൈ ഐസ് എന്നറിയപ്പെടുന്നത്? ഖരാവസ്ഥയിലുള്ള കാർബൺ ഡൈ ഓക്സൈഡ്. ഡ്രൈ ഐസ് എന്നറിയപ്പെടുന്നത് ഖരാവസ്ഥയിലുള്ള കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. ടെലസ്കോപ്പിന്റെ സഹായത്തോടെ കണ്ടെത്തിയ ആദ്യ ഗ്രഹം? യുറാനസ്. ടെലസ്കോപ്പിന്റെ സഹായത്തോടെ കണ്ടെത്തിയ ആദ്യ ഗ്രഹമാണ് യുറാനസ്. ടെലിവിഷൻ കണ്ടുപിടിച്ചത്? ജോൺ ബേർഡ്. ടെലിവിഷൻ കണ്ടുപിടിച്ചത് ജോൺ ബേർഡ് ആണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയുമായി കാണാം. താങ്ക് യു.